മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഇന്നേ ദിവസം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം, സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 19. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. നല്ലതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. മദ്യപാനത്തിന്റെ കെടുതിയിൽപ്പെട്ട് ഒരു കുടുംബനാഥനും അയാളുടെ ഭാര്യയും കൂടെ അടുത്തെത്തി. കൗൺസിലിംഗ് കഴിഞ്ഞു. എങ്കിലും ആ ഒരു ശക്തിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ഒരു ധ്യാനം അച്ഛൻ നിർദ്ദേശിച്ചു. അങ്ങനെ ധ്യാനം പോയി കൂടി 2 മാസം വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോയി. എന്നാൽ പിന്നീട് വീണ്ടും അതേ തിന്മയിലേക്ക് അയാൾ വീഴുകയാണ്. ഇത് ശരിയല്ലല്ലോ, ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഓടുക എന്ന് ഭാര്യ പറയുമ്പോൾ അയാൾ പറഞ്ഞ എക്സ്ക്യൂസ് ഇതാണ്: നിങ്ങളുടെ ആരുടെയും പൈസ കൊണ്ടല്ലല്ലോ ഞാൻ മദ്യപിക്കുന്നു, നിങ്ങളെ ആരെയും ഞാൻ ഉപദ്രവിക്കാറില്ലല്ലോ. പറഞ്ഞു നോക്ക്, ശരി തന്നെയാണ്. എങ്കിലും അയാൾ ആ തിന്മയിലേക്ക് വീണ്ടും വീഴുകയാണ്. കാരണം ഒട്ടേറെ സുഹൃത്തുക്കൾ ഈ തിന്മയിൽ നിന്നും ഇയാൾ പിന്തിരിയുന്നത് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പലരും ഇയാളോട് ഈ തിന്മയിലേക്ക് തിരിച്ചു വരുവാൻ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ അവസാനം അയാള് ആ തിന്മയിൽ അടിമത്വത്തിലാവുകയാണ്. ഈ സ്ത്രീ ഇവരെല്ലാം പറഞ്ഞ് പോകാൻ നേരത്ത് പറഞ്ഞു, അച്ഛാ, എത്ര കുടുംബങ്ങളാണ് ഈ മദ്യപാനം കൊണ്ട് തകർക്കപ്പെടുന്നത് എന്ന് പറയുകയുണ്ടായി. അതേ പ്രിയമുള്ള സഹോദരങ്ങളെ, ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഞാൻ എന്റെ പൈസ കൊണ്ടാണ് കുടിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മൾ. എന്നാൽ അത് വളരെ ഗൗരവമായ തെറ്റ് തന്നെയാണ്. കാരണം ഇന്ന് വചനം പറഞ്ഞു, ഇതിലേറ്റവും നിസ്സാരമായത് പോലും ചെയ്യുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുമ്പോൾ നീ ചെയ്യുന്നത് ഗൗരവമായ തെറ്റാണ്. ഒരുപക്ഷെ നമ്മൾ ആരെയെങ്കിലും തിന്മയ്ക്കായി പ്രലോഭിക്കുന്നുണ്ടോ? എളിമയോടെ ആത്മശോധന ചെയ്യാം. കർത്താവിന്റെ നാമത്തിൽ നമ്മെ തന്നെ തിരുത്താം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.